Hello everyone, welcome to IFA. നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാനുള്ളത് ആൻഷ്യന്റ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ ആണ് നമുക്ക് നോക്കാനുള്ളത്. ആൻഷ്യന്റ് ഇന്ത്യൻ സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ആൻഷ്യന്റ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടെക്സ്റ്റുകൾ ഏതൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ടെക്സ്റ്റുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിന് തന്നെ നമ്മൾ കനോണിക്കൽ, നോൺ കനോണിക്കൽ എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ത്രിപീഠകാസ് ആണ്. ത്രിപീഠകാസ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഏതൊക്കെയാണ് ത്രിപീഠകാസ്? സുത്തപീഠക, വിനയപീഠക, അഭിധമ്മപീഠക. അതിൻ്റെ അണ്ടറിൽ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ടെക്സ്റ്റുകൾ വരുന്നുണ്ട്. ആ ഒരു ടെക്സ്റ്റുകളായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് നോക്കുന്നത് ത്രിപീഠകാസ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്സ്റ്റുകളാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അതിൽ ഒരു ത്രിപീഠകാസ് തന്നെ പാലി, ചൈനീസ്, ടിബറ്റൻ വേർഷൻസ് ത്രിപീഠകാസിൻ്റെതുണ്ട്. അതിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളത് പാലി ത്രിപീഠക ഓഫ് ദ തേരവാദ സ്കൂളാണ്. ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ത്രിപീഠക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ ആണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ത്രിപീഠകാസ് ആണ്. ഏതൊക്കെയാണ് ത്രിപീഠകാസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 പീഠകാസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. സുത്തപീഠക, വിനയപീഠക, അഭിധമ്മപീഠക എന്നുള്ളതാണ്. ഇതിൽ ഓരോന്നിലും എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ സുത്തപീഠകയിൽ പ്രധാനമായിട്ടും ബുദ്ധ ഹിംസെൽഫ് സെറ്റ്, അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രധാനമായിട്ടും ബുദ്ധന്റെ ഡിസ്കോഴ്സസ് ആണ് നമുക്ക് സുത്തപീഠകയിൽ പഠിക്കാനുള്ളത്. ഇനി വിനയപീഠകയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, അന്നത്തെ സംഘ അല്ലെങ്കിൽ മൊണാസ്റ്റിക് ഓർഡേഴ്സിൽ ഉണ്ടായിട്ടുള്ള നൺസിൻ്റെയും മോങ്സിൻ്റെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നമുക്ക് വിനയപീഠകയിൽ പഠിക്കാനുള്ളത്. അതായത് അന്നത്തെ കാലഘട്ടത്തിലെ മൊണാസ്റ്റിക് ഓർഡേഴ്സിൽ ഉണ്ടായിട്ടുള്ള മോങ്സിനും നൺസിനും ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻ, അവർ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് പ്രോഹിബിറ്റഡ് ആയിട്ടുള്ളത് എന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതാണ് നമുക്ക് വിനയപീഠകയിൽ പഠിക്കാനുള്ളത്. ഈ ലാസ്റ്റ് വൺ അഭിധമ്മപീഠകയിലേക്ക് വരികയാണെങ്കിൽ ഇത് ഈ 3 എണ്ണത്തിൽ ഏറ്റവും ലേറ്റർ വർക്കാണ് അഭിധമ്മപീഠക എന്ന് പറയുന്നത്. ഇതിൽ സുത്തപീഠകയിലെ കാര്യങ്ങളെ ലിസ്റ്റായിട്ടും സമ്മറി ആയിട്ടും ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടും ഈ ഒരു രൂപത്തിൽ ഒരു സ്റ്റഡി ആൻഡ് സിസ്റ്റമൈസേഷൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് അഭിധമ്മപീഠകയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞത് ത്രിപീഠകാസിൽ 3 പീഠകാസിൽ 3 എണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. സുത്തപീഠക, വിനയപീഠക, അഭിധമ്മപീഠക. അതിൽ സുത്തപീഠക വന്നിട്ട് ബുദ്ധാസ് ഡിസ്കോഴ്സസ് ആണ്. വിനയപീഠക വന്നിട്ട് മൊണാസ്റ്റിക് ഓർഡേഴ്സിലെ നൺസിൻ്റെയും മോങ്സിൻ്റെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ആൻഡ് അഭിധമ്മപീഠക ഇസ് എ ലേറ്റർ വർക്ക് ആൻഡ് കണ്ടെയ്ൻസ് ത്രൂ സ്റ്റഡി ആൻഡ് സിസ്റ്റമൈസേഷൻ ഓഫ് ദ ടീച്ചിങ് ഓഫ് സുത്തപീഠക ത്രൂ ലിസ്റ്റ്, സമ്മറീസ് ആൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. അതായത് സുത്തപീഠകയിലെ ടീച്ചിങ്സിനെ ഒരു സമ്മറി, ലിസ്റ്റ്, ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലേക്ക് ഒരു സിസ്റ്റമൈസേഷൻ ചെയ്തതാണ് നമുക്ക് അഭിധമ്മപീഠക എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ആൻഡ് വിനയപീഠകയിലാണ് സുത്തവിഭംഗ, കാണ്ഡക, മഹാവഗ്ഗ, ചുള്ളവഗ്ഗ, പരിവാർ, ഇതൊക്കെ ആ ഒരു സുത്തപീഠകയുടെ അണ്ടറിൽ വരുന്ന വർക്കാണ് ഈ ഒരു സുത്തവിഭംഗ, കാണ്ഡക, മഹാവഗ്ഗ, ചുള്ളവഗ്ഗ എന്ന് പറയുന്നത്. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആൻഡ് വിനയപീഠക കമ്പയർ ചെയ്തിട്ടുള്ളത് ഉപാലിയാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർത്തു വെക്കുക. നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും അണ്ടറിൽ വരുന്ന ടെക്സ്റ്റുകളെ കുറിച്ചിട്ടാണ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. ആൻഡ് ഈ ഒരു ത്രിപീഠകാസ് തന്നെ ഡിവൈഡഡ് ഇൻ ടു ബുക്സ്. ഈ ഒരു ത്രിപീഠകാസ് ഡിഫറെൻറ്റ് ബുക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബുക്സിനെ തന്നെയാണ് നികായാസ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. അതായത് ത്രിപീഠകാസ് ബുക്സ് അല്ലെങ്കിൽ നികായാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് പഠിക്കാനുള്ളത്. സുത്തപീഠകയിൽ 5 നികായാസ് ആയിട്ട് സുത്തപീഠകയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ദീഘനികായ, മജ്ജിമ നികായ, സംയുക്ത നികായ, അങ്കുത്തര നികായ ആൻഡ് കുത്തക നികായ. അതായത് നമ്മൾ പറഞ്ഞു 3 പീഠകാസാണ്: സുത്തപീഠക, വിനയപീഠക, അഭിധമ്മപീഠക. അതിൽ സുത്തപീഠകയെ നമ്മൾ 5 നികായാസ് ആയിട്ട് അല്ലെങ്കിൽ 5 ബുക്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ദീഘനികായ, മജ്ജിമ നികായ, അങ്കുത്തര നികായ, കുഡ്ഡക നികായ ആൻഡ് സംയുക്ത നികായ. അതിൽ ദീഘനികായ എന്ന് പറയുമ്പോൾ അതിൻ്റെ ദീഘ എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ലോങ് ഡിസ്കോഴ്സ് ആണ്. ബുദ്ധന്റെ ലോങ് ഡിസ്കോഴ്സിനെയാണ് നമ്മൾ ദീഘനികായ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. ആൻഡ് സംയുക്ത നികായ എന്ന് പറയുന്നത് കണക്റ്റഡ് ഡിസ്കോഴ്സിനെയാണ് നമ്മൾ സംയുക്ത നികായ എന്നുള്ളത് രീതിയിൽ അറിയപ്പെടുന്നത്. അങ്കുത്തര എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അംഗം, അതായത് നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ന്യൂമറിക്കൽ ആയിട്ട്
അറേഞ്ച് ചെയ്തിട്ടുള്ള ഡിസ്കോഴ്സിനെയാണ് നമ്മൾ അംഗുത്തര നികായ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നതാണ് ജാതക സ്റ്റോറീസ്. ജാതക സ്റ്റോറീസ് എന്ന് പറയുന്നത് അത് 15ാമത്തെ ബുക്കായ, അതായത് സുത്തപീഠകയിലെ 15ാമത്തെ ബുക്കായ സുത്തപീഠകയിലെ അണ്ടറിലാണ് കുദ്ദക നികായ. കുദ്ദക നികായയിലെ 15th ബുക്കാണ് ജാതക സ്റ്റോറീസ് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതായത് മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ജാതക സ്റ്റോറീസ്. ഈ ഒരു ജാതക സ്റ്റോറീസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ഒരു സുത്തപീഠകയിലെ അണ്ടറിൽ വരുന്ന കുദ്ദക നികായ. കുദ്ദക നികായയുടെ 15ാമത്തെ വർക്കാണ് ഈ ഒരു ജാതക സ്റ്റോറീസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ ഒരു കുദ്ദക നികായ തന്നെ 2 ലെയറായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഒരു ചാർട്ടായിട്ട് ഇതിനെ തിരിക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കാം. ഒരുപാട് ടെക്സ്റ്റേഴ്സ്, ഇത് കംപ്ലീറ്റ് ഈ ഒരു ത്രിപീഠകാസിന്റെ അണ്ടറിൽ വരുന്ന ടെക്സ്റ്റേഴ്സ് ആണ് കേട്ടോ. നമുക്ക് ഒന്നുകൂടി ഒരു കൺഫ്യൂസ്ഡ് ആവുന്ന ഏരിയ ആണ്, പക്ഷെ നമുക്കൊരു പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു പോവാം. അതായത് ത്രിപീഠകാസ്, 3 പീഠകാസ് അല്ലെ, വിനയപീഠക, സുത്തപീഠക ആൻഡ് അഭിധമ പീഠക. ഇതിൽ വിനയപീഠകയിൽ 5 ബുക്സ് ആണ്. ഓക്കെ, വിനയപീഠകന്റെ അണ്ടറിൽ 5 ബുക്സ് ആണ്. ഏതൊക്കെയാണ്? സുത്തവിഭംഗ ആൻഡ് പരിവാര. ഈ ഒരു സുത്തവിഭംഗ, കാണ്ഡക, മഹാവഗ, അതിൽ 3 വേർഡ്സ് ആദ്യം. സുത്തവിഭംഗ, കാണ്ഡക, പരിവാര. ഇതിൽ കാണ്ഡകനെ തന്നെ മഹാവഗ, ചുള്ളവഗ എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുത്തവിഭംഗയുടെ അണ്ടറിൽ വരുന്നതാണ് മഹാവിഭംഗ ആൻഡ് ഭിക്കുനി വിഭംഗ എന്ന് പറയുന്നത്. ഇങ്ങനെ ടോട്ടല് 5 ബുക്കാണ് വിനയപീഠകയുടെ അണ്ടറിൽ വരുന്നത്. ആൻഡ് സുത്തപീഠകയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 5 കളക്ഷൻസ് ആണ് അല്ലെ, 5 വർക്ക്സ് ആണ്. ഏതൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദീഘനികായ, മജ്ജിമ നികായ, സംയുക്ത നികായ, അംഗുത്തര നികായ, കുദ്ദക നികായ. ഈ ഒരു കുദ്ദക നികായയിലാണ് ഏറ്റവും കൂടുതൽ വർക്ക്സ് ഉള്ളത്. 15 ബുക്സ് ആണ് നമുക്ക് കുദ്ദക നികായയുടെ, സുത്ത പീഠകയുടെ അണ്ടറിൽ കുദ്ദക നികായയിൽ നമുക്ക് 15 ബുക്സ് ആണ് പഠിക്കാനുള്ളത്. ഈ ഒരു കുദ്ദക നികായയിൽ പറഞ്ഞിട്ടുള്ള 15 ബുക്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. അതായത് കുദ്ദകപദ, ധമ്മപദ, ഉദാന, ഇരുവുട്ടക, സുത്തനിപത, വിമാനവത്ത്, പേദവത്ത്, അങ്ങനെ തുടങ്ങി ചര്യപീഠക വരെ ഉള്ളത് 15 ബുക്സ് ഓഫ് കുദ്ദക നികായയാണ് എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കുക. അപ്പൊ നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ത്രിപീഠകാസ് വരുന്നു, വിനയപീഠക, സുത്തപീഠക, അഭിധമ പീഠക. അതിൽ വിനയപീഠകന്റെ അണ്ടറിൽ 5 ബുക്സ് ഉണ്ട്. സുത്തപീഠകയുടെ അണ്ടറിൽ 5 നികായാസ് ഉണ്ട്. ഏതൊക്കെയാണ്? ദീഘനികായ, മജ്ജിമ നികായ, സംയുക്ത നികായ, അംഗുത്തര നികായ ആൻഡ് കുദ്ദക നികായ. കുദ്ദക നികായനെ വീണ്ടും 15 ബുക്സ് ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിധമ പീഠകയെ 7 ബുക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആൻഡ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് according to Buddhist tradition, the Sutta and Vinaya Pitakas were recited at the first council of monks at Rajagriha. അതായത് നമുക്കറിയാം ഡിഫറെന്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കൗൺസിലാണ് വിനയ പീഠകയും സുത്ത പീഠകയും റിസൈറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കുക. ആൻഡ് 4 ബുദ്ധിസ്റ്റ് കൗൺസിലിലെയും ഇയർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ 483 BC-ലാണ് നടന്നിട്ടുള്ളത്. സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ വന്നിട്ട് 383 BC-ലാണ് നടന്നിട്ടുള്ളത്. തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ 250 BC-യിലും ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ 72 AD, അതായത് കനിഷ്കന്റെ കാലഘട്ടത്തിലുമാണ് ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നിട്ടുള്ളത്. ഇത് നമ്മൾ നിർബന്ധമായിട്ട് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അല്ലാതെയൊക്കെ ചോദിക്കാറുണ്ട്. 4 ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ 483 BC, സെക്കൻഡ് വൺ 383 BC, മൂന്നാമത്തത് അശോകന്റെ കാലഘട്ടത്തിൽ 250 BC, ലാസ്റ്റ് വൺ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ 72 AD എന്നുള്ളതാണ്. ബാക്കിയൊക്കെ ആദ്യത്തെ 3 BC-യും നാലാമത്തത് AD-യും ആണ് എന്നുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിന് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് പാലി ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ബുദ്ധിസ്റ്റ് വർക്കുകളെ കുറിച്ചിട്ടാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഫസ്റ്റ് വർക്ക് വന്നിട്ട് മിലിന്ദ പൻഹയാണ് അല്ലെ. മിലിന്ദ പൻഹ കാലഘട്ടം 1st century BC ആണ്. അന്നത്തെ ഇൻഡോ ഗ്രീക്ക് കിങ് ആയിട്ടുള്ള മെനാൻഡർ അല്ലെങ്കിൽ മിലിന്ദ, അതുപോലെ ബുദ്ധിസ്റ്റ് മോങ്ക് ആയിട്ടുള്ള നാഗസേനയും തമ്മിലുള്ള ഡയലോഗ്സിനെയാണ് നമ്മൾ മിലിന്ദ പൻഹ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട വർക്കാണ് നെറ്റിഗന്ധ ആൻഡ് നെറ്റിപകരന എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ കമന്ററീസ് ഓൺ ദ ത്രിപീഠക ഇൻക്ലൂഡ് എ 5th century
CE വർക്ക് ബൈ ബുദ്ധഘോഷ. നമുക്കറിയാം ത്രിപീഠകാസിന്റെ കമന്ററി ആയിട്ട് ബുദ്ധഘോഷ എഴുതിയിട്ടുള്ള വർക്കാണ് വിശുദ്ധിമഗ്ഗ എന്ന് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് സെഞ്ചുറിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ബുദ്ധിസ്റ്റ് വർക്കാണ് നിദാന കഥ എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു കാലഘട്ടത്തിലെ ശ്രീലങ്കൻ ക്രോണിക്കിൾ ആണ്, അതായത് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് ശ്രീലങ്കൻ ക്രോണിക്കിൾ. ഫസ്റ്റ് വൺ ദീപവംശ ആൻഡ് സെക്കൻഡ് വൺ മഹാവംശ എന്ന് പറയുന്നത്. ഈ ഒരു ദീപവംശയിലും മഹാവംശയിലും ഒരുപാട് ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ മിത്തിക്കൽ അക്കൗണ്ട്സ് ബുദ്ധന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ബുദ്ധന്റെ ലൈഫ്, ബുദ്ധിസ്റ്റ് കൗൺസിൽസ്, അതുപോലെ തന്നെ മൗര്യൻ എംപയർ അശോകനെ കുറിച്ചിട്ടും ഈ ഒരു രണ്ട് ശ്രീലങ്കൻ ക്രോണിക്കിൾ ആയിട്ടുള്ള മഹാവംശയിലും ദീപവംശയിലും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് മഹാവസ്തു എന്ന് പറയുന്നത്. മഹാവസ്തു വന്നിട്ട് പാലി ലാംഗ്വേജ് എന്നതിലുപരി മിക്സഡ് സാൻസ്ക്രിറ്റ് പ്രാകൃത് ലാംഗ്വേജിലാണ് ഒരു ഹജിയോഗ്രഫി വർക്കാണ് മഹാവസ്തു എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ലളിതാവിസ്താര. ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് അശോഘോഷയുടെ ബുദ്ധചരിതം. നമുക്ക് ഒരുപാട് തവണ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് വർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് അശോഘോഷയുടെ ബുദ്ധചരിത എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു വർക്കും പഠിക്കുന്ന സമയത്ത് അത് ഏത് കാലഘട്ടത്തിൽ ഏത് റിലീജിയനായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞത് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അശോഘോഷ എഴുതിയിട്ടുള്ള വർക്കാണ് ബുദ്ധചരിത. കാലഘട്ടം ഫസ്റ്റ് ഓർ സെക്കൻഡ് സെഞ്ചുറിയിൽ സാൻസ്ക്രിറ്റിൽ എഴുതിയിട്ടുള്ള വർക്കാണ് ഈ ഒരു അശോഘോഷയുടെ ബുദ്ധചരിത എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത ഫസ്റ്റ് സെഞ്ചുറിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട രണ്ട് വർക്കാണ് അഷ്ടസഹസ്രിക പ്രജ്ന പരാമിത ആൻഡ് അതുപോലെ തന്നെ സദ്ധർമ്മ പുണ്ടാരിക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു രണ്ട് വർക്കും ഫസ്റ്റ് സെഞ്ചുറിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട രണ്ട് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകളാണ്. ആൻഡ് ഈ ഒരു കാലഘട്ടത്തിലെ ലേറ്റർ മഹായാന തിങ്കേഴ്സ് ആരൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നാഗാർജുന, വസുബന്ധു, അസംഗ, ആര്യദേവ ഇവരൊക്കെ അന്നത്തെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മഹായാന ബുദ്ധിസത്തിൽ തന്നെ മഹായാന തിങ്കേഴ്സ് ആണ്. നാഗാർജുന, വസുബന്ധു, അസംഗ തുടങ്ങിയവർ. അതുപോലെ തന്നെ ആര്യദേവയും മറ്റൊരു പ്രധാനപ്പെട്ട മഹായാന തിങ്കർ ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഈ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് എക്സാമിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കിയിട്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അതായത് ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ 7 ബുക്സ് സപ്തപകരണാസ് ഓഫ് ദ അഭിധമ്മ പീഠക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രിപീഠകാസിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: വിനയപീഠക, സുത്തപീഠക, അഭിധമ്മ പീഠക. അഭിധമ്മ പീഠകയിൽ 7 ബുക്സ് ആണ് എന്നുള്ളത് കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നതിൽ അഭിധമ്മ പീഠകയിലെ 7 ബുക്സിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ധമ്മസംഗനി, കഥവത്ത്, പുകലപന്നതി, മഹാനിദേശ. ഇതിൽ ഏതാണ് അഭിധമ്മ പീഠകയിലെ 7 ബുക്സിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത വർക്ക് ഏതാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും ആൻസർ ചെയ്യണേ. ഏതാണ് അഭിധമ്മ പീഠകയിലെ 7 ബുക്സിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത വർക്ക്? ഓക്കെ, നമുക്ക് ആൻസർ ഏതാണെന്ന് നോക്കാം. ആൻസർ വന്നിട്ട് മഹാനിദേശിയാണ്. ബാക്കി 3ഉം, അതായത് ധമ്മസംഗനി, കഥവത്ത്, അതുപോലെ തന്നെ പുകലപന്നതി, ഇത് 3ഉം അഭിധമ്മ പീഠകയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വർക്ക്സ് ആണ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അഭിധമ്മ പീഠകയിലെ 7 ബുക്സ് ഏതൊക്കെയാണ്: ധമ്മസംഗനി, വിഭംഗ, ധാതുകഥ, പുകലപന്നത്, കഥവത്ത്, യാമക, പത്താന എന്ന് പറഞ്ഞിട്ട് 7 ബുക്സ് ഉണ്ട്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മഹാനിദേശിയാണ് എന്നുള്ളതാണ്. ഇത്രയുമാണ് നമുക്ക് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിലെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓരോ ഏരിയ, അതിൻ്റെ അണ്ടറിൽ വരുന്ന ഡിഫറെൻറ്റ് ബുക്സ്, ഓരോ ബുക്സിലും എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട മഹായാന തിങ്കേഴ്സ്, പ്രധാനപ്പെട്ട അന്നത്തെ കാലഘട്ടത്തിലെ ഫസ്റ്റ് സെഞ്ചുറിയിലും സെക്കൻഡ് സെഞ്ചുറിയിലും ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട ലിറ്ററേച്ചർ ഏതൊക്കെയാണ്, അതിൽ തന്നെ നമ്മൾ ശ്രീലങ്കൻ ക്രോണിക്കിൾ ആയിട്ടുള്ള ദീപവംശ, മഹാവംശ, അതിൽ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ബുദ്ധന്റെ ഏർലി ലൈഫ്, അശോകനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്, പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. താങ്ക്